ഹലോ ഗൈസ്, ഒന്ന് തിരൂര് പോകാൻ നിൽക്കുന്നതിൻ്റെ ചെറിയ തയ്യാറെടുപ്പുകളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. ഷൂടുള്ള സ്റ്റൈലാക്കലൊക്കെ. അങ്ങനെ ഷൂ ഇട്ടുകൊണ്ടിരിക്കുന്ന ടൈമിന് പാത്തു ഇങ്ങനെ ഫ്രണ്ടിൽ വന്നിട്ട് കിറുക്കളകിയാണ്ട് തല ഉറിഞ്ഞിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് ഞാനും കൂടി വരട്ടെ എന്നുള്ളത്. പാത്തുവിന് നൈസായിട്ട് സോപ്പിട്ടിട്ട് തന്നെ ഞാൻ പിന്നെ കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് പുറത്തേക്ക് എല്ലാം കൂടി ചാടി ഞാൻ. ഈ ഏതർവണ്ടി സർവീസിന് കൊടുക്കാനാണ് കേട്ടോ നമ്മൾ പോകുന്നത്. നമ്മൾ തൊട്ടടുത്തൊന്നും ഷോറൂമില്ലാത്ത കാരണം തിരൂരിലോട്ടാട്ടോ ഞാൻ പോകാറുള്ളത്. തിരൂരിൽ ചെന്നപ്പോൾ വമ്പൻ ടെസ്റ്റ് കഴിച്ചു. അവരുടെ ഷോറൂം മൊത്തം പൊളിച്ചിട്ടേക്കുന്നത്. അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ ഷോറൂം ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് മൂച്ചിക്കലിലേക്ക് മാറ്റുകയാണെന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് മൊത്തം പൊളിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞത്. നിലവിൽ അവരുടെ ഷോറൂം വരുന്നത് പൂക്കയിലാണ്. ഇപ്പോൾ അവർ മാറ്റാൻ പോകുന്നത് തിരൂർ താനൂർ റോഡിൽ തന്നെ ഒരു 3 കിലോമീറ്റർ അപ്പുറത്ത് മൂച്ചിക്കൽ എന്ന സ്ഥലത്തേക്കാണ് അവർ മാറ്റാൻ പോകുന്നത്. ഷോറൂം കണ്ടുപിടിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. നമ്മൾ അമാന ടയോട്ടൊക്കെ ഇല്ലേ, അതിൻ്റെ നേരെ തൊട്ടപ്പുറത്ത് കൂട്ടുപുര, തൊട്ടടുത്ത് കരിക്കും എന്ന് പറഞ്ഞ ഷോപ്പ്. ഇതിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ നമ്മളെ പുതിയ ഏതാണ്ട് ഷോറൂം വരുന്നത്. ഏകദേശം വർക്കൊക്കെ ഫിനിഷ് ആവാറായിട്ടുണ്ട് കേട്ടോ. 2-3 ദിവസത്തിനുള്ളിൽ അവർ ഇങ്ങോട്ട് മാറുന്നുള്ളതാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. വർക്കൊക്കെ ഏകദേശം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓഫീസിനുള്ളിലൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ വണ്ടി അതിൽ സർവീസിന് കൊടുക്കുന്നതല്ലേ, വണ്ടി സർവീസിന് കയറ്റിയിട്ട് ഞാനിങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആദ്യത്തെ പോലെ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ആദ്യത്തെ ഷോറൂമിൽ പോയവർക്കൊക്കെ അറിയുന്നുണ്ടാവും, അവർ ലിഫ്റ്റ് വെച്ചിട്ടായിരുന്നു മുകളിലേക്ക് വണ്ടികൾ കയറ്റിയിരുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. കണ്ടില്ലേ, അവർ കോണിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, പുതിയ ഷോറൂമിൽ വാഷിംഗ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അവരുടെ സർവീസ് ഏരിയ കണ്ടിട്ട് തന്നെ ഞാൻ ഞെട്ടി. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. അവിടെ എല്ലാവരും നമ്മളടുത്ത് ഫ്രണ്ട്ലി ആയിട്ടോ പെരുമാറുന്നത്. അങ്ങനെ എൻ്റെ വണ്ടിയുടെ സർവീസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.